ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നൊരു കുട്ടി തെമു ഹോളായിട്ടാട്ടോ വന്നേക്കണത്. അപ്പൊ കുറച്ചാളായാലും ഞാൻ തെമു ഹോളൊക്കെ ചെയ്തിട്ട് തെമുന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഹോൾ ചെയ്യാൻ പറ്റാറില്ല. ഇപ്പോഴും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ ആകെ ടയേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുറച്ച് പെട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ആ പെട്ടികളൊക്കെ പൊട്ടിക്കട്ടെ. ഓ, ഇത് പൊട്ടണ എന്തോ സാധനമാണ്. അതാണ് അത്രയും സേഫ് ആയിട്ട് വെച്ചേക്കുന്നത്. നല്ല സേഫ് പാക്കിംഗ് ആണ് കേട്ടോ. ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പൊട്ടിക്കാൻ വളരെ മനോഹരമായിട്ട് അറിയാത്ത കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ മെസ്സാക്കുകയാണ്. സിസേഴ്സ് ഒക്കെ എടുത്ത് വന്ന് പൊടിച്ചിട്ട് നോക്കട്ടെ എന്താണ്. ഓ, ഇത്രയും വലുതാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കുരുക്കഴിക്കുന്ന മാതാവാട്ടോ ഇത്. നല്ല രസമില്ലേ? ഇത് മാലാകമാരാണ്. ഞാൻ ഒരു മാതാവ് ഭക്തയാണ്. അപ്പം ഇവിടെ കുറെ മാതാവിന്റെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് തെമൂന്ന് വാങ്ങിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഔസേപ്പിതാവിന്റെ മറ്റേ ഇങ്ങനെ കിടക്കണ ഔസേപ്പിതാവിനെ വാങ്ങിച്ചിരുന്നു. അപ്പോഴേ എനിക്ക് ഇത് നോട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. കുരുക്കഴിക്കുന്ന മാതാവാണ്. എന്താ കുരുക്കുകൾ. അടുത്ത നമുക്ക് പൊട്ടിക്കാം. ചാക്കു അത് എടുക്കല്ലേ, അവിടെ വെക്ക്. നെക്സ്റ്റ് നമുക്ക് എന്താന്ന് നോക്കാം. ഓ, ഇത് സാക്കിന്റെ എന്തോ ഒരു സാധനമാണ്. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. അവൻ ഇവിടെ കിടന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിച്ചതാണ്. എന്തോ ഡ്രാഗൺ പോലെ ഇരിക്കണം. പക്ഷെ ഇത് ഡ്രാഗൺ എന്നൊന്നും അല്ല പറയണത്. അതെന്തായാലും ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താന്ന്. ഇതൊരു ജ്വല്ലറിയാട്ടോ. നല്ല രസമുണ്ട്. ആ പിക്കില് കാണിക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഏതിൻ്റെ ഒപ്പം ഇടുന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഭയങ്കര വലുതാണ്. ബട്ട് സ്റ്റിൽ അടിപൊളി. നല്ല രസമുണ്ടല്ലേ? അതീ കാണിക്കണ പോലെ തന്നെ ഉണ്ട്. ഇത്ര വലുതാ, ഭയങ്കര വലുതാണ്. പക്ഷെ നല്ല രസമുണ്ട്. വാവ്. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. പിന്നെ ഞാൻ കുട്ടി ബോക്സിൽ എന്താ നോക്കാം. കുട്ടി ബോക്സിൽ ഒരു കുട്ടി ഗണപതി ആട്ടോ. ഇത് എനിക്കല്ല, ഗണപതിയാണ്. ഇത് ഞാൻ ഗംഗക്ക് വാങ്ങിച്ചതാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ക്യൂട്ട് ഗണപതി. എന്റെ ഫ്രണ്ടാണ്. ചിലപ്പം നിങ്ങൾ റെഗുലർ ആയിട്ടൊക്കെ കാണണമെങ്കിൽ എന്റെ മേക്കപ്പ് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചതാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. തെമൂലുള്ളതാ. തെമൂന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചോട്ടോ, നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ. വലിയ അടുത്ത എന്താ നോക്കാം. അടുത്തത് കുറച്ച് ബീഡ്സും കാര്യങ്ങളുമാണ്. ഇത് ജ്വല്ലറി ഇങ്ങനെ വേണ്ടി ഞാൻ വാങ്ങിച്ചേക്കണേ. ഞാൻ കുറെ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. അല്ലെങ്കിൽ ഞാൻ പരീക്ഷിച്ച് നോക്കണേണ്. ജ്വല്ലറി മേക്ക് ചെയ്ത് നോക്കണേണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇവിടെ ചാക്കു കുറച്ച് ഒച്ച എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പില്ലോ കവറുകളാണ് കേട്ടോ. ഞാൻ കുറെ പില്ലോ കവർ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സാറ്റിന്റെ പില്ലോ കവർ. ഇത് അടിപൊളിയാണ്. ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്യണില്ല. നെക്സ്റ്റ് വന്നത് സാക്കിന് വേണ്ടിയാട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് സാക്കിന് വേണ്ടി ഇത് സാറ്റിനല്ല, ഇത് വേറൊരു മെറ്റീരിയൽ ആണ്. ഇത് ഞാൻ സാക്കിന് വേണ്ടി വാങ്ങിച്ചതാ പില്ലോ കവർ. പക്ഷെ ഇത് ഭയങ്കര കുട്ടിയായി പോവും. ഇതെന്തായാലും റിട്ടേൺ ചെയ്യേണ്ടി വരും. ഞാൻ ഇതുവരെ റിട്ടേൺ കൊടുത്തിട്ടില്ല. മേ ബി ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയൊരു പില്ലോ ഉണ്ട്. അതിൽ പറ്റുവാണെങ്കിൽ അതിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് കഷ്ടമായിപ്പോയി. ഞാൻ ഇത് 2 വാങ്ങിച്ചു. സൈസ് നോക്കിയില്ല, അതാണ് എനിക്ക് പറ്റിപ്പോയത്. ഇനി എനിക്ക് ആ സാറ്റിന്റെ ഇതും കൂടി, സാറ്റിന്റെ മിക്കവാറും കറക്റ്റ് ആയിരിക്കും. ഇതും സെയിം സൈസ് ആയിരിക്കും. പൊട്ടിച്ച് നോക്കേണ്ട കാര്യം ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാലും ഞാൻ പൊട്ടിച്ച് നോക്കട്ടെ. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ മാതാവിനെയും ഗണപതിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതും സെയിം സൈസാണ്.
സ്മോളാണ്, എന്തായാലും പറ്റില്ല. പിന്നെയും കുറച്ച് ബീഡ്സ് ആണ് കേട്ടോ വാങ്ങിച്ചേക്കണത്, ബ്രേസ്ലെറ്റിനൊക്കെ പറ്റിയത്, നല്ല രസമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും ഈ കുട്ടി വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ താഴെ കോമെന്റ് ചെയ്യാം. സോ വേറെ വീഡിയോ ഇട്ടൊക്കെ വരാം കേട്ടോ. സോ ബൈ.